സനൽ നമ്പ്യാർ, ഇത്രയും നേരം നമ്മൾ വാൽപ്പാറ വാഹനാപകടം ചർച്ച ചെയ്തു, തെരഞ്ഞെടുപ്പ് വാർത്തകൾ ചർച്ച ചെയ്തു, നിതിൻ രാജുമായി ബന്ധപ്പെട്ട വാർത്തകൾ ചർച്ച ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും രാവിലെ തന്നെ നമ്മൾ വളരെ ചൂടോടുകൂടിയാണ് തുടങ്ങിയത്. ഇനി അല്പം പോസിറ്റിവിറ്റി, അന്തരീക്ഷത്തിലേക്ക് പോവാം. ശരി, ശബരിമലയിലേക്കാണ്. വിഷുമേടമാസ പൂജകൾക്കായി തുറന്ന ശബരിമല നട ഇന്ന് രാത്രി ഹരിവരാസനത്തോടെ അടയ്ക്കും. ഇന്നും ശബരിമലയിൽ ഭക്തജന തിരക്കാണ്. 3 മണിക്കൂറോളം വരുന്നതാണ് ഭക്തർ സന്നിധാനത്തേക്ക് എത്തുന്നത്. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും ഞങ്ങളുടെ പ്രതിനിധി ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്ന് ഹരിവരാസനം പാടി നട അടയ്ക്കുകയാണ്. ശിവദാസ്, ശബരിമലയുടെ പടികൾ ഇറങ്ങുകയാണ്. ഇന്ന് എങ്ങനെയാണ് അവിടുത്തെ ഭക്തജന തിരക്ക്? എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? ഇന്ന് എപ്പോഴാകും? ഇന്ന് എന്തെങ്കിലും പ്രത്യേക പൂജകൾ കൂടി ഉണ്ടോ അവിടെ? അശ്വതി, അനിൽ നമ്പ്യാർ, ഗുഡ് മോർണിംഗ്. സ്വാമി ശരണം. മേടമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നത് 10-ാം തീയതിയാണ്. ഈ മാസം 10-ാം തീയതിയാണ്. അതിനുശേഷം 8 ദിവസം വിശേഷാൽ പൂജകളും മറ്റു സാധാരണ നടക്കുന്ന പൂജകളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് ശബരിമല നട അടയ്ക്കുകയാണ്. മേടമാസ പൂജകൾക്ക് വേണ്ടി തുറന്ന ശബരിമല നട ഇന്ന് രാത്രി 10 മണിയോടെ ഹരിവരാസനം പാടി നട അടയ്ക്കുകയാണ്. തുടക്കത്തിൽ കാര്യമായ തിരക്കുകളൊന്നും തന്നെ ശബരിമല സന്നിധാനത്ത് ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് വിഷു ദിനത്തിലും അതിനുശേഷവും വലിയ രീതിയിലുള്ളൊരു തിരക്ക് തന്നെയായിരുന്നു ശബരിമലയിൽ അനുഭവപ്പെട്ടത്. വലിയ രീതിയിലുള്ള ഒരു തിരക്ക് എന്ന് പറയുമ്പോൾ ഇതര സംസ്ഥാനത്തു നിന്നും അടക്കം നിരവധി ഭക്തർ സന്നിധാനത്തേക്ക് എത്തിയിരുന്നു. ഇപ്പോഴും അത്തരത്തിലുള്ള ഒരു തിരക്ക് തന്നെയാണ് നമ്മൾ കാണുന്നത്. പലപ്പോഴും മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥ അടക്കം ഉണ്ട്. 3-4 മണിക്കൂറൊക്കെ ക്യൂ നിന്നതിന് ശേഷമാണ് ഭക്തർക്ക് സന്നിധാനത്തേക്ക് എത്താൻ കഴിയുന്നത്, പമ്പയിൽ നിന്നും എത്താൻ കഴിയുന്നത്. പ്രത്യേകിച്ച് മരക്കൂട്ടം മുതൽ വലിയൊരു നിയന്ത്രണം തന്നെ ഉണ്ട്. പലപ്പോഴും നിയന്ത്രണം പാളുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. മണ്ഡലമാസ സീസൺ അല്ലാഞ്ഞിട്ട് പോലും അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളുടെ പാളിച്ചൊക്കെ നമുക്ക് ഈ ദിവസങ്ങളിൽ നമുക്ക് കാണുന്നുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന ഭക്തരും അതോടൊപ്പം തന്നെ മലയാളികളും ഇവിടെ ഉണ്ട്. എറണാകുളം നല്ല തിരക്കുണ്ടെന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എപ്പോൾ വന്നു? ഞാൻ രാവിലെ 5:45 എത്തിയതാണ്. ഇപ്പോഴാണ് ഇവിടെ എത്തിയത്. അത്രയും നല്ല തിരക്കാണ്. മരക്കൂട്ടം വരെ തിരക്കല്ല, ഇവിടെ ക്യൂവിലായിരുന്നു കൂടുതൽ തിരക്ക്. കടത്തി വിടുന്നുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. അതുതന്നെയാണ് ഭക്തർ പറയുന്നത്. വലിയൊരു തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. അതായത് ഇന്ന് നട അടയ്ക്കുന്ന ദിവസം ആയിട്ട് പോലും അത്തരത്തിലുള്ള വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും ഇന്ന് നട അടയ്ക്കുമ്പോൾ നിരവധി ഭക്തർ ഇവിടേക്ക് എത്തുന്നുണ്ട്. വലിയൊരു ആത്മസംതൃപ്തിയിൽ തന്നെയാണ്. എത്രത്തോളം കഠിനമായ പാതകൾ താണ്ടിയിട്ടാണെങ്കിലും ശരി, വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടാണെങ്കിലും ശരി, അതൊക്കെ തന്നെ തരണം ചെയ്ത് അയ്യനെ ഒരു നോക്കു കാണുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ശബരിമലയിലേക്ക് അയ്യപ്പ ഭക്തർ എത്തുന്നത്. അവരുടെ കെട്ടും എല്ലാം ഇവിടേക്ക് ഉപേക്ഷിച്ച്, അതായത് അവരുടെ മനസ്സിലുള്ള എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അയ്യന് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് അവർ ശൂന്യമായ മനസ്സോടെ ആത്മസംതൃപ്തിയോടെ പടിയിറങ്ങുകയാണ് ചെയ്യുന്നത്. ഇന്ന് രാത്രി ഹരിവരാസനത്തോടെ ശബരിമല നട അടയ്ക്കുകയാണ്. അനിൽ നമ്പ്യാർ, അശ്വതി. മല ചവിട്ടിയാൽ കിട്ടുന്ന ആ ഒരു ആത്മസംതൃപ്തി അത് തന്നെയാണ് എല്ലാ ഭക്തരെയും എല്ലാ മാസവും ശബരിമലയിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ശിവദാസിന് അയ്യപ്പ സവിധത്തിൽ കുറച്ച് ദിവസങ്ങൾ കിട്ടി, താടിയൊക്കെ വളർന്നിട്ടുണ്ട് അല്ലേ? വീണ്ടും ചൂടുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ ഇന്ന് തന്നെ എനിക്ക് തോന്നുന്നു മടങ്ങി വരും. എല്ലാവരും പുതിയ ഈ ചൈതന്യത്തോടുകൂടി, ഉണർവോടെ, കൂടുതൽ ഊർജത്തോടെ കൂടുതൽ വാർത്തകൾ ചെയ്യാൻ അത് സാധിക്കട്ടെ, ശിവദാസന് ഉപകരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം.